കുടുംബം ഇമ്പമുള്ളത്, അതാണല്ലോ കുടുംബം. കുടുംബം ഇമ്പമുള്ളത്. ഇമ്പം ഉള്ളതെന്ന് പറയുമ്പോൾ അവിടെ വഴക്കുകൾ ഉണ്ടാവാം, സ്നേഹം ഉണ്ടാകാം, ലാളനകൾ ഉണ്ടാവാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടാകുന്നൊരു സ്ഥലമല്ലേ. അപ്പം അവിടെ വേണം നമ്മുടെ കുട്ടികൾ നല്ലത് പഠിക്കാൻ, അവിടെ വേണം നല്ല രീതിയിൽ അത് ചെയ്യാൻ. അതായത് ഒരു കുട്ടിക്ക് ബൈക്ക് മേടിച്ചു കൊടുത്ത് അവൻ ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്നലെ ഞാനൊരു വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് വീഡിയോ ഒക്കെ എടുത്തതാണ്. അപ്പോഴത്തേക്കാ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിപ്പോയി, പണി മുടക്കി. എന്നാൽ പിന്നെ ഇന്നലെ ശകുനമല്ലേ, വേണ്ട ഇടണ്ടാന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നിങ്ങനെ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് രാവിലെ മുതൽ ഇങ്ങനെ ഓരോരോ ന്യൂസ് ചാനലുകളൊക്കെ വെച്ചിങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഇന്ന് വാർത്താ ചാനലുകൾക്കൊക്കെ നമ്മുടെ മലയാളത്തിൽ ഭയങ്കര ചാകരയുടെ കാലഘട്ടം അല്ലേ. എന്തൊക്കെ കേസുകളാണ്. നെന്മാറയിൽ ഇരട്ടക്കൊല നടത്തിയ ആളെ തപ്പി എന്ത് ചെയ്യുക, നൂറെ കേരളം മൊത്തവും, അതായത് പോലീസ് എല്ലാവരും കൂടെ ഇതിൽ നടക്കുന്നു. അത് തന്നെ ന്യൂസ് ചാനലിന് ഫുള്ള് കവർ ചെയ്യാൻ വേണ്ടി സമയമില്ല. കാരണം എന്താ വെച്ചാൽ എന്താ കാര്യം, കാരണം അവർക്ക് സമയമില്ല. കാരണം അതിൻ്റെ പുറകെ അവർ പറന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത് ഷെറിൻ കാർണവർ വധക്കേസിൽ ഷെറിനെ വെറുതെ വിടുന്നു, അതടുത്തത്. മൂന്നാമത് ഇന്നത്തെ ചോറ്റാനിക്കരയിൽ ഒരു പെൺകുട്ടി വീട്ടിൽ അവശ നിലയിലായി എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഒരു വാർത്ത കാണാനിട വന്നു. നമ്മുടെ പത്തനംതിട്ടയിൽ ഒരു +2 വിദ്യാർത്ഥിയോട് ഏതാണ്ട് ചോദ്യം ചോദിച്ചതിന്, പൂവാല ശല്യത്തെക്കുറിച്ച് ഏതാണ്ട് ചോദ്യം ചോദിക്കാൻ വന്ന SIയെ നിലത്തടിച്ചു +2 വിദ്യാർത്ഥി. അപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മുടെ പാലക്കാട്ടെ സംഭവം, എൻ്റെ പൊന്നെ, എന്തോ ഒരു കാലഘട്ടത്തിലേക്കാണല്ലേ നമ്മുടെ ഈ പോക്ക്. എന്താണ് ഇതിൻ്റെ പുറകിലുള്ള കാരണം? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു പക്ഷേ പിന്നെ വേറൊരു കേസ് നമ്മൾ പറയാൻ മറന്നുപോയി. സ്ഥലം ഏതായിരുന്നു? നമ്മുടെ ഒരു കുടുംബത്തിലെ 3 പേരെ കൊന്നത്. 3 പേരെ കൊന്ന ആ കേസിൽ അവനെ കൊണ്ടുവന്ന് തെളിവെടുക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് അവനോട് ചോദിച്ചപ്പോഴത്തേക്ക് അവൻ പറഞ്ഞ എന്താ അവൻ മറ്റേ കുടുംബനാഥനും കൂടെ മരിക്കാത്തതിലുള്ള സങ്കടമാണ്. എന്തൊരു കാലഘട്ടമാണിത്. നമ്മളൊക്കെ എങ്ങനെ വിശ്വസിച്ച് ഈ ലോകത്ത് ജീവിക്കും? നമ്മളാരും നല്ലവരൊന്നുമല്ല, ഈ പറയുന്ന നമ്മളാരും നല്ലവരല്ല. പക്ഷെ എങ്കിൽ പോലും ഇതിന് ഏതെങ്കിലും ഒരു സിസ്റ്റം കണ്ടെത്തണ്ടേ? എന്താണ് ഇതിൻ്റെ കാരണം? എന്താണ് ഇതിൻ്റെ പുറകിലുള്ള ഒരു ഇത്? ഇപ്പം ഇന്നത്തെ ഓരോരോ കേസുകളിൽ പറയുന്നു തൻ്റെ ജീവിതം നശിപ്പിച്ച ആളായതുകൊണ്ടാണ് അവരെയും വധിച്ചതെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ അങ്ങനെ ഓരോരോ കേസിന് ആസ്പദമായിട്ടുള്ള പല റീസൺസാണ് നമ്മളുടെ ഓരോ ദിവസം ഇങ്ങനെ നമ്മൾ വാർത്താ ചാനലുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പുതുതലമുറയും നമ്മളുടെ ഇതേ ടെൻഡൻസിയുള്ള നിരവധി ആൾക്കാരും ഇതെല്ലാം സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പം എൻ്റെ ആശങ്ക, ഇത് നാളത്തേക്ക് കുറയുമോ? ഇത് നാളത്തേക്ക് കുറഞ്ഞാൽ തന്നെ അത് ഏത് രീതിയിൽ കുറയ്ക്കാൻ പറ്റും? ഇത് നാളത്തേക്ക് കൂടത്തല്ലേ ഉള്ളൂ. ഇതിൽ നിന്നൊക്കെ മാറണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ല അറിവും വൈദഗ്ധ്യവുമുള്ള ആൾക്കാർ ഇതിൽ എന്ത് ചെയ്യണം? ഒരു വ്യക്തമായ ഒരു സ്റ്റഡി നടത്തി ഏത് തരത്തിൽ ഇതിനെ പരിഹരിക്കപ്പെടാം, അല്ലെ ഇതിനെ എങ്ങനെ നമുക്ക് ഇല്ലാണ്ടാക്കാം എന്നൊരു പഠനം നടത്തണ്ടേ? സമൂഹത്തിലേക്ക് ഇതൊരു നല്ലൊരു സന്ദേശമായിട്ട് നമ്മൾ കൊടുക്കണ്ടേ? അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ നാടും നഗരവുമൊക്കെ എങ്ങനായിത്തീരും? ക്രിമിനലുകളെ കൊണ്ടും കുറ്റവാളികളെ കൊണ്ടും നിറയും. നാളെ വരുന്നൊരു സമൂഹം ഇതനുകരിച്ചാൽ ഇത് വളരെ വലിയ വിപത്തിലേക്ക് പോകത്തില്ലേ? ഇത് നമുക്ക് നേരിടണം. ഇതിനെ നമുക്ക് നേരിടണം എന്നല്ല, ഇതിനെ നമുക്ക് കുറയ്ക്കണം. അതിന് നമ്മൾ ചെയ്യേണ്ട കർത്തവ്യം, നമ്മളുടെ പുതുതലമുറ, അതായത് നമ്മളുടെ കുട്ടികൾ, വീട്ടിലുള്ള രക്ഷകർത്താക്കൾ അവരുടെ കുട്ടികളോട്, അതോടൊപ്പം തന്നെ ടീച്ചേഴ്സ് അവരുടെ വിദ്യാർത്ഥികളോട് ഇതിൻ്റെ ഭവിഷ്യത്തുകൾ, ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യകാരണങ്ങൾ ചില ക്ലാസ്സുകളിലും ടീച്ചേഴ്സ്, ചില ക്ലാസ്സുകളിലും പേരൻസ് കുടുംബ ചർച്ചയ്ക്കിടയിലും കുട്ടികളെ പറഞ്ഞ് ഇത്തരം ചിന്താഗതികൾ തെറ്റാണ് എന്ന് ഒരു തോന്നൽ അവരിൽ വരുത്തിയെടുത്താൽ ഒരു പരിധിവരെ ഇത് പരിഹരിക്കാൻ പറ്റത്തില്ലേ? കാരണം എനിക്ക് തോന്നുന്നു
ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് എന്താ പറയുക, ഞങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ കഴിക്കുന്നത് എങ്ങനെയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് ഞാൻ ഒക്കെ വളർന്നു വരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഒരു മുറിയേ ഉള്ളായിരുന്നു ഞങ്ങൾക്ക്. ഒരു മുറിയും ഒരു അടുക്കള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തറ ചാണകം മെഴുകിയ തറയായിരുന്നു. ഈ ചാണകം മെഴുകിയ തറ എന്ന് പറയുന്ന എല്ലാ വിശേഷ ദിവസങ്ങളിലും ഭയങ്കര സംഭവം. എന്താ പറയുക, വിശേഷ ദിവസം തലേദിവസം വീട്ടിൽ തറയിൽ കിടക്കുന്ന എല്ലാ സാധനങ്ങളും എടുത്ത് മുകളിലോട്ടൊക്കെ വെച്ചിട്ട് രാത്രി കിടക്കാറാകുമ്പോഴത്തേക്ക് ചാണകം തറയിൽ മെഴുകിയിടും. എന്നിട്ട് ആ ചാണകം തറയിൽ മെഴുകിയിട്ടിട്ട് അത് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഉണങ്ങും. അപ്പോൾ അത് ആയിരുന്നു നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, നമ്മുടെ തറയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. മഴക്കാലമൊക്കെ വരുമ്പോൾ അവിടെ ഈർപ്പനുണ്ട്. എന്നാൽ പോലും ആ ചെറിയ ഒരു വീട്ടിൽ, ഞാനൊരു 8ാം ക്ലാസ് 9ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ ആ വീടൊക്കെ മാറ്റി വേറെ വീട് അച്ഛനും അമ്മയും പണിതു. എന്നാലും അവിടെ ചാണകം മെഴുകിയതൊന്നും അല്ലായിരുന്നു. അത്യാവശ്യം 2 മുറിയും ഉള്ള ഒരു ചെറിയ വീടൊക്കെ പണിതു. ഇന്ന് എന്നാൽ എൻ്റെ മകളൊക്കെ വളർന്നു വരുന്ന സാഹചര്യത്തിൽ എന്താ പറയുക, മോളൊക്കെ ഇന്ന് വരെ ഫാൻ്റെ കീഴിലല്ല എ സിയിലല്ലാതെ കിടന്നുറങ്ങിയിട്ടില്ല. പക്ഷേ ഞാൻ വളർന്നു വന്ന ഒരു കാര്യം, ഞാനും എൻ്റെ സഹോദരങ്ങളും വളർന്നു വന്ന ആ ഒരു സമയത്തെ കാര്യം എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, അടുക്കളയിലേക്ക് കഴിക്കാറാകുമ്പോഴത്തേക്ക് ചണച്ചാക്ക് ഒരു 3-4 എണ്ണം ഒരുമിച്ച് വിരിച്ചിടും. എന്നിട്ട് ആ ചണച്ചാക്ക് വിരിച്ചിട്ടിട്ട് അമ്മ ചോറ് വിളമ്പി ഇതിൻ്റെ നടുക്കോട്ട് അങ്ങോട്ട് വെക്കും. വെച്ച് കഴിയുമ്പോൾ ഡൈനിങ് ടേബിൾ പോലെ അച്ഛനൊരിടത്ത്, അച്ഛൻ്റെ ഇപ്പുറത്ത് പെങ്ങള്, അച്ഛൻ്റെ അപ്പുറം ഞാൻ, അതിൻ്റെ ഇപ്പുറം ചേട്ടൻ, അതിൻ്റെ അപ്പുറം അമ്മ. ഞങ്ങളിങ്ങനെ വട്ടത്തിലിരിക്കും. വട്ടത്തിലിരുന്ന് നിലത്തിരുന്നാണ് കഴിക്കുന്നത്. കഴിക്കുമ്പോഴത്തേക്ക് അന്ന് ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളെല്ലാം ഞങ്ങളവിടെ ചർച്ച ചെയ്യാം. എന്ന് പറയുക, ചർച്ച എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഞങ്ങളെക്കുറിച്ചുള്ള ചെറിയ കുറ്റങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അമ്മ പറയും. എന്തെങ്കിലും സംഭവങ്ങൾ വേറെ വല്ലതും നടന്നിട്ടുണ്ടോ അതിനെക്കുറിച്ച് ചെറിയൊരു ചർച്ച അവിടെ നടത്തും. ഇത്യാദി കാരണങ്ങളൊക്കെ കൊച്ചിലെ ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു പരിധി വരെ എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ച്, ഇപ്പം നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നാൽ തന്നെ അത് ആ കഴിക്കുന്ന സമയത്തേക്ക് അവിടെ ഇരുന്നിട്ട് അതിൻ്റെ ശരിയും തെറ്റിനെ കുറിച്ചുമൊക്കെ ഒരു വാദപ്രതിവാദം എന്നുള്ള രീതിയിൽ ഒരു ചർച്ചയൊക്കെ നടത്തും. ചർച്ചയൊക്കെ നടത്തുമ്പോൾ ചിലപ്പം നമുക്കതിനോട് യോജിക്കാൻ പറ്റത്തില്ല, ചിലപ്പം ചേട്ടൻ അതിനോട് യോജിക്കാൻ പറ്റത്തില്ല. പക്ഷേ എന്നാൽ പോലും അച്ഛൻ പല കാര്യങ്ങളും, അമ്മ പല കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് അങ്ങനെ നമുക്കൊരു കൊച്ചിലേ മുതലേ അങ്ങനെ ഒരു ചർച്ചയുണ്ടായിരുന്നുകൊണ്ട് ഓരോ കാര്യത്തെക്കുറിച്ചും വളരെ വ്യക്തമായ ഒരു ആശയം കൊച്ചിലേ മുതൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ തലമുറയ്ക്ക് അത് ലഭിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഭയങ്കര സംശയമാണ്. കാരണം ഇന്ന് ഫോണിൻ്റെ ഉപയോഗം, അതുപോലെ തന്നെ TV, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് അങ്ങനെയുള്ള ഉപയോഗം കൊണ്ട് എനിക്ക് തോന്നുന്നത് എന്താ ചെയ്യുന്നത്, ഈ എല്ലാ ആൾക്കാരും ഒത്തൊരുമിച്ചുള്ള ആഹാരം കഴിപ്പില്ല. എല്ലാവരും വന്ന് അവനവൻ്റെ ആഹാരം എടുത്തുകൊണ്ട് അവനവൻ്റെ മുറിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കസേ സോഫായെ അവിടെ ഇവിടെയും പോയിരുന്നാണ് ഓരോരുത്തരും കഴിക്കുന്നത്. ഇപ്പം തന്നെ നമ്മൾ ഇന്നാൾ തിരുവനന്തപുരത്ത് ഏതാണ്ട് ഒരു കൊലപാതകത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞിട്ടില്ല, അവിടുത്തെ വേലക്കാരിയാണ് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊലപാതകത്തെക്കുറിച്ച് അറിഞ്ഞതെന്ന് പറയുന്നു അല്ലേ. നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചതാണ്. കാരണം എന്നാ, പരസ്പരം എല്ലാവരും കൂടെ ഡൈനിങ് ടേബിളിൽ വരുന്ന പരിപാടിയൊന്നും ഇല്ല. കാരണം എന്താ, ഒരാൾ വന്ന് ചോറെടുത്തു, അയാളുടെ മുറിയിലോട്ട് കൊണ്ടു കൊടുക്കുന്നു, മകൻ്റെ മുറിയിലോട്ട് കൊണ്ടു കൊടുക്കുന്നു, അല്ലെ അമ്മയുടെ മുറിയിലോട്ട് കൊണ്ടു കൊടുക്കുന്നു. അവിടെ TV സെറ്റപ്പ് കാര്യങ്ങളെല്ലാവരും. അപ്പം അവിടെ എന്തെങ്കിലും ഒരു ആപത്തുണ്ടായാൽ പോലും എന്ത് ചെയ്യുന്നില്ല, ഈ സ്വന്തം ആ വീടിനകത്ത് നിൽക്കുന്ന വേലക്കാരി പോലും അല്ല മറ്റുള്ളവർ പോലും അറിയുന്നില്ല. അപ്പം ഇത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പല്ലേ, വലിയൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് നമ്മളുടെ ഇടയിൽ വന്നുദിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. അച്ഛൻ മക്കളോട്, അമ്മ മക്കളോട്, ടീച്ചേഴ്സ് കുട്ടികളോട്, ഇങ്ങനെ വളരെ വലിയൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. ഇപ്പോൾ സ്കൂളിൽ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ സ്കൂളിൽ ടീച്ചേഴ്സ് എന്താ ചെയ്യുന്നത്, ടീച്ചേഴ്സ് നോട്ട് എടുത്ത് വെച്ചിട്ട് അത് ക്ലാസ്സിലെ പഠിക്കുന്നതോ അല്ല ലീഡറോടോ പറയും, ഉച്ചയാകുമ്പോഴത്തേക്ക് നോട്ട് ബോർഡിലേക്ക് എഴുതി കൊടുത്തേക്കണം. അപ്പോൾ ടീച്ചർ പറയും ഊണ് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും വന്നിരിക്കണം, 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ക്ലാസ്സിൽ വന്നിരിക്കണം, ഞാൻ വരുമ്പോഴത്തേക്ക് ഈ നോട്ട് എഴുതി കംപ്ലീറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഉച്ചയ്ക്ക് കഴിച്ചു കഴിഞ്ഞാൽ വേറെങ്ങും പോകത്തില്ല, ഓടി വന്ന് ക്ലാസ്സിലിരിക്കുകയാണ്. അപ്പോൾ ക്ലാസ്സിലെ കുട്ടി എഴുതുന്ന തൂത്തു കളയും. അപ്പോൾ നമ്മളത് എഴുതിയെടുക്കും, ടീച്ചർ വരും, അത് എക്സ്പ്ലെയിൻ ചെയ്യും. ഇത്തരത്തിലൊക്കെ നമ്മൾ പഠിച്ചു വന്നത്. എന്നാൽ ഇപ്പോഴത്തെ തലമുറ അങ്ങനല്ല. ടീച്ചേഴ്സ് പഠിപ്പിച്ചതിന് ശേഷം നോട്ടുകളെല്ലാം മൊബൈലിൽ അയച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് മൊബൈല് രസം എന്നാണ്, എൻ്റെ ടീച്ചർ നോട്ട് അയച്ചു തന്നിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് മൊബൈൽ വേണം എന്ന് പറയുമ്പം
കുട്ടികളുടെ കയ്യിൽ മൊബൈൽ കൊടുക്കാൻ താല്പര്യമില്ലാത്ത പേരൻസ് അവര് എന്താകുവാണ്, അവര് നിർബന്ധിതരാകുവാണ്. കാരണം നാളെ സ്കൂളിൽ ചെല്ലുമ്പോൾ ഈ മൊബൈലിൽ കിട്ടിയിരിക്കുന്ന ഈ നോട്ട് എൻ്റെ മകളല്ലേ മകൻ എഴുതിക്കൊണ്ട് ചെന്നില്ല എന്നുണ്ടെങ്കിൽ ടീച്ചർ ക്ലാസ്സിൽ എഴുന്നേപ്പിച്ചിരുത്തോ അല്ലെ വഴക്ക് പറയും എന്നുള്ളത് കൊണ്ട് ദ പേരൻസ് ദേ ആർ ഫോഴ്സ്ഡ് ടു ഡു ദാറ്റ്. അവരത് ചെയ്യാൻ തയ്യാറാവുകയാണ് അല്ലേ, അവരതിന് ചെയ്യാൻ തയ്യാറാകും. അപ്പം അങ്ങനെ വരുമ്പോൾ വരുന്ന പ്രശ്നം എവിടെയാണ്? ഇവൻ ഈ നോട്ട് എഴുതാൻ അല്ലെ ഇവൾ ഈ നോട്ട് എഴുതാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് പാതിരാത്രി ആകുമ്പോഴത്തേക്ക് ഈ ഫോൺ എടുത്തുകൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ ഈ വാട്സപ്പിൽ ഈ നോട്ട് എടുക്കുന്നു, അത് എഴുതിക്കൊണ്ടിരിക്കുന്ന പേരൻസ് ഇട സമയത്ത് ചെന്ന് നോക്കുമ്പോഴത്തേക്ക് രസം തന്നെ ഇവൻ അത് നോക്കി എഴുതിക്കൊണ്ടിരിക്കുക. പക്ഷേ നമുക്കറിയാമല്ലോ, കൈയുടെ ഒരു ക്ലിക്ക് മതി, അല്ലെങ്കിൽ ലാപ്ടോപ്പിലെ ഒരു ക്ലിക്ക് മതി, ഇത് സൈഡിലോട്ടൊരു അവൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്ക്രീൻ ഏതാണോ ആ സ്ക്രീൻ അവിടെ ചെറുതായി മാറും, ഈ നോട്ട് മാത്രം. അപ്പോൾ പേരൻസ് വരുന്ന ആ ഒരു നിമിഷം ഇവൻ അത് മറച്ചു വെച്ചുകൊണ്ടാണ് ഇവൻ എന്ത് ചെയ്യുന്നത്, അവിടെ എഴുതുന്നത്. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഈ ഇത്തരത്തിലുള്ള പ്രവണതകൾ നമ്മൾ നിർത്തണ്ടേ? ഇതൊക്കെ നമ്മുടെ കുട്ടികളെ ചീത്തശീലത്തിലേക്ക് കൊണ്ടുവരത്തില്ലേ? അപ്പം നമ്മുടെ ആ പഴയ രീതികളിൽ അതേപടി അനുവർത്തിക്കാൻ ഞാൻ പറയുന്നില്ല, എന്നാൽ അതിൽ വരാത്താവുന്ന ചില മാറ്റങ്ങളെ കണ്ട്, അല്ലാതെ പൂർണ്ണമായിട്ടും കുട്ടികളുടെ സൗകര്യപ്രദമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും മാറ്റി കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മയും ചർച്ചയില്ലായ്മയും അങ്ങനെ പല കാര്യങ്ങളുണ്ടാകുന്നതല്ലേ ഈ ഇത്തരം പ്രശ്നങ്ങൾ ഉദിക്കുന്നതിന് കാരണം? പഴയ കാലഘട്ടത്തുണ്ടായിരുന്ന ആൾക്കാരിൽ നമ്മൾ എനിക്കറിയത്തില്ല, എന്നാലും ഞാൻ കേട്ടുകേഴ്വിയില്ല ഇതുപോലുള്ള വളരെ ക്രിമിനലായിട്ടുള്ള കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാ ആൾക്കാരും പറയും അന്നൊന്നും ഈ സമൂഹ മാധ്യമങ്ങളില്ലായിരുന്നു, ഇന്ന് സമൂഹ മാധ്യമങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ സമൂഹം അറിയുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും പ്രായമായവരുടെ കാര്യത്തിൽ നിന്നൊന്നും ഇത്രയും വലിയ മോശമായ പ്രവണതകളെക്കുറിച്ചൊന്നും ചർച്ച ചെയ്ത് കേട്ടിട്ടില്ല. ഇത്തരം പ്രവണതകൾ നമ്മൾ ഇനി വരുന്ന തലമുറയിലേക്കെങ്കിലും വ്യാപിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള സ്നേഹവും കുടുംബത്തിലെ കമ്മ്യൂണിക്കേഷൻസും എല്ലാം വളരെയധികം ചർച്ച ചെയ്യണം. അത് ആ കമ്മ്യൂണിക്കേഷൻസ് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കണം. അച്ഛനും മക്കളും അമ്മയും എല്ലാവരും കൊണ്ട് ഒരുമിച്ചിരുന്നൊരു ചർച്ച. അവിടെ ചിലപ്പോൾ അച്ഛൻ അമ്മയെ കുറ്റപ്പെടുത്തും, അമ്മ അച്ഛനെ കുറ്റപ്പെടുത്തും, മക്കളെ കുറ്റപ്പെടുത്തും. അവിടെ ഇത് പിണക്കങ്ങൾ വഴക്കുകൾ എല്ലാം ഉണ്ടാവണമല്ലോ. അതാണല്ലോ ഫാമിലി. കുടുംബം ഇമ്പമുള്ളത് അതാണല്ലോ കുടുംബം ഇമ്പം ഉള്ളതെന്ന് പറയുമ്പോൾ അവിടെ വഴക്കുകൾ ഉണ്ടാവാം, സ്നേഹം ഉണ്ടാകാം, ലാളനകൾ ഉണ്ടാവാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടാകുന്നൊരു സ്ഥലമല്ലേ. അപ്പം അവിടെ വേണം നമ്മുടെ കുട്ടികൾ നല്ലത് പഠിക്കാൻ, അവിടെ വേണം നല്ല രീതിയിൽ അത് ചെയ്യാൻ. അതായത് ഒരു കുട്ടിക്ക് ബൈക്ക് മേടിച്ചു കൊടുത്ത് അവൻ ഓവർ സ്പീഡിൽ പോയി, അവൻ മരണപ്പെടുമ്പോൾ അവൻ്റെ ശവമടക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴാണ് തൻ്റെ മകൻ ചോദിക്കുന്നത്, അച്ഛൻ എനിക്കൊരു ബൈക്ക് വേണം. അപ്പോഴത്തേക്ക് അച്ഛൻ പറയും, ഇന്ന് കണ്ടില്ലടാ ആ പയ്യന് ഒരേ ഒരു മകനാണുള്ളത്, അവൻ മരിച്ചു കണ്ടില്ല, അച്ഛൻ്റെ അമ്മയുടെ കരച്ചിൽ കണ്ടില്ലേ? ഇത് കേൾക്കുന്നതുകൊണ്ട് അമ്മ പറയുന്നുണ്ട്, നമ്മുടെ മോനെല്ലാം അങ്ങനൊന്നും ചെയ്യത്തില്ലെന്നേ, നമ്മുടെ അല്ലേ, നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി, അവൻ പതുക്കെ പോകത്തുള്ളൂ, അവൻ നമ്മുടെ അല്ലേ മോൻ എന്നും പറഞ്ഞ് മറ്റുള്ളവരെ നിങ്ങൾ കമ്പയർ ചെയ്യാതെ നിങ്ങൾ അവനൊരു ബൈക്ക് മേടിച്ചു കൊടുക്കും. പിന്നെ അച്ഛന് താല്പര്യമില്ലാതെ അച്ഛൻ വീട്ടുകാരുടെ ഇതനുസരിച്ച് മേടിച്ചു കൊടുക്കും. നാളെ ഈ മോൻ വീണ് എന്തെങ്കിലും അപകടങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അവന് ജീവഹാനി സംഭവിക്കുമ്പോൾ ഈ അച്ഛനും അമ്മയും കരയും, അടുത്ത അച്ഛനും അമ്മയും ഇത് തന്നെ സംഭവിക്കും. എന്ത് തന്നെ സംഭവിക്കും? എൻ്റെ മകന് കുഴപ്പമുണ്ടാകത്തില്ല, അവരെ വളർത്തിയ പോലല്ല എൻ്റെ മകനെ ഞാൻ വളർത്തിയത്, എൻ്റെ മകനെ ഞാൻ വളരെ സ്നേഹത്തോടെയാണ് വളർത്തിയത്. ഇതല്ലേ അടുത്ത വീട്ടിലെ ഒരു പെൺകുട്ടി മറ്റൊരുത്തിൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത് കാണുമ്പോൾ പറയും, എൻ്റെ മകളെ ഞാൻ ചോറും ചൊല്ലും കൊടുത്തിയാണ് വളർത്തുന്നത്, നല്ല ഞാൻ വെട്ടി കാണ്ടിച്ചിടും. 10 ദിവസം കഴിയുമ്പോൾ അവളും ഇറങ്ങിപ്പോവും വേറൊരുത്തിൻ്റെ കൂടെ. ഇത്തരം പ്രവണതകൾ നമ്മുടെ സമൂഹത്തിൽ കൂടി വരുന്നത് ഇത്തരം കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അല്ലേ? നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ, അതായത് സമൂഹത്തിലൊരു തെറ്റുകൾ ഉണ്ടാകുമ്പോൾ, അല്ലെ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ എന്ന് പറയുന്ന സംഗതികൾ ഉണ്ടാകുമ്പോൾ അതിനെ ഒരു ഡിബേറ്റ് വീട്ടിൽ നടത്തുന്നത്, മക്കളുമായി ഭാര്യ ഭർത്താക്കന്മാർ നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. അതൊരു ഓപ്പൺ ഫോറം ആയിരിക്കണം, ഓപ്പൺ ചർച്ചയായിരിക്കണം. എല്ലാവരോടും ഒരുമിച്ചിരുന്ന് ഒന്നിലെ കഴിക്കുമ്പം അല്ലെങ്കിൽ TV കാണുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സമയത്ത് ഒരുമിച്ചിരുന്നൊരു ചർച്ച നമ്മൾ നയിക്കണം. എന്നിട്ട് ഇത് തെറ്റാണോ ശരിയാണോ എന്നൊരു വിലയിരുത്തൽ കുട്ടികളെ കൊണ്ട് തന്നെ വരുത്തിയെടുത്താൽ, ഇപ്പം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഈ വാർത്താ ചാനലുകളും അതും ഇതും തുറക്കുമ്പോൾ കാണുന്ന ഇത്തരം ക്രിമിനൽ സംഭവങ്ങളുടെ തെറ്റുകളെക്കുറിച്ചും ശരിയെക്കുറിച്ചും ഒരു വിലയിരുത്തലുകൾ നമ്മൾ നടത്തി നമ്മുടെ കുട്ടികളെ ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കിപ്പിച്ചു വിട്ടാൽ ഒരു പരിധിവരെ, അല്ലെ ലഹരി അതിൻ്റെ താണ്ഡവമാണ് ഇതിൻ്റെ ഒക്കെ കാരണമെന്നുള്ള രീതിയിൽ അവരെ നമ്മൾ മനസ്സിലാക്കിച്ചു വിട്ടാൽ എനിക്ക് തോന്നുന്നു
നമുക്ക് ഒരു പരിധിവരെ വരും തലമുറയെങ്കിലും ഇത്തരം ആപത്തുകളിൽ നിന്ന് രക്ഷിക്കാൻ പറ്റത്തില്ലേ? അപ്പോൾ ഫാമിലിയിലെ ആ ഒരു നല്ല സഹകരണവും പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷനും സ്നേഹവും നിലനിർത്തിയാൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവച്ചത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു സബ്ജക്റ്റുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.